നമ്മൾ നേരത്തെ ചർച്ചയിൽ പറഞ്ഞു നിർത്തിയ ഒരു പോയിന്റ് ഉണ്ട്, സാമ്പത്തിക ചൂഷണം എന്നുള്ളത്. ഫിനാൻസ് എന്നുള്ള ഒരൊറ്റ ഘടകം. ചില സ്ത്രീകൾ സാമ്പത്തികമായി ഇൻഡിപെൻഡൻ്റ് അല്ല, ചില സ്ത്രീകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നത്. രണ്ട് രീതിയിലാവും. ഒരുപക്ഷെ നമുക്ക് കിട്ടേണ്ട അവസരങ്ങൾ നിഷേധിച്ചുകൊണ്ടാകാം, ഒരുപക്ഷെ പൈസ മുഴുവൻ യൂസ് ചെയ്യുന്നത് കൊണ്ടാകാം, ഒരു കിട്ടിയ സ്ത്രീധനം അല്ലെങ്കിൽ സ്വർണ്ണമായിട്ട് വീട്ടിൽ നിന്ന് തന്ന എല്ലാ പിന്നെ ശമ്പളം ഏൺ ചെയ്യുമ്പോൾ സ്വന്തം അക്കൗണ്ടിലേക്ക് ഇടിയുകയല്ല, അത് മുഴുവൻ ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ അക്കൗണ്ടിൽ ചൂഷണം നടക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ സാമ്പത്തികം ഒരു വലിയ ഘടകമാണ്. മാഡം ആദ്യം ഈ വിഷയത്തെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം എടുത്ത് പറഞ്ഞൊരു ഘടകമാണ് സാമ്പത്തികം എന്നുള്ളത്. എത്രത്തോളം ക്രൂഷ്യലാണ് ഈ എലമെന്റ്? സാമ്പത്തിക നയങ്ങൾ, അത് പുതിയതായിട്ട് വന്ന ഈ സാമ്പത്തിക നയം എന്ന് പറഞ്ഞാൽ സമ്പത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ്. അപ്പോൾ സമ്പത്ത് കിട്ടണം, സാമ്പത്തികമായി നല്ലൊരു അവസ്ഥയിൽ നിന്നാൽ മാത്രമേ നമുക്ക് ഈ സൊസൈറ്റി നിൽക്കാൻ പറ്റുകയുള്ളൂ, അല്ലാത്തവൻ പിന്തള്ളപ്പെടും എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് അപ്പം നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊരു ഭാഗമായിരുന്നു സ്ത്രീകളും സമ്പത്ത് നേടാനും കുറച്ചുകൂടെ നല്ല പോഷായിട്ടൊക്കെ ജീവിക്കാനും ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു കാര്യം കൂടെ എന്താ പറയാനുണ്ട്, ചൂഷണം മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ചില കുടുംബങ്ങളിലൊക്കെ ഈ ചുമതല, ഒരു കുട്ടിയെ വളർത്തുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാഭ്യാസ ചെലവുകളും കുടുംബത്തിൻ്റെ പ്രാരാബ്ദവും ഒരു 90% തലയിൽ ചുമക്കുന്ന സ്ത്രീകളുണ്ട്. നിവർത്തികേട് കൊണ്ട് എന്നാൽ അതിൻ്റെ ഒരു സെക്യൂരിറ്റി ചിലപ്പോൾ ഭർത്താവ് മരിച്ചു പോയാൽ ഇട്ടിട്ട് പോയതാവാം, അല്ലെങ്കിൽ ഉണ്ടായ കൂടിയും ചുമതല ഏൽക്കാത്ത ഭർത്താക്കന്മാരുണ്ട്. അവിടെയൊക്കെ സ്ത്രീയാണ് ഇതിൻ്റെ എല്ലാ ചുമതലയും വഹിക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കൊരു സാമ്പത്തികമായി എല്ലാം അച്ചീവ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ഉയർന്ന സാമ്പത്തികം വേണം. അപ്പോൾ ആ ലെവലിലേക്ക് പോകാൻ മറ്റു മാർഗ്ഗങ്ങൾ കാണുന്നില്ലാത്ത അവസ്ഥയുണ്ടാകാം. അപ്പോൾ അവൾ ആ സാഹചര്യങ്ങൾക്ക് അവിടെ എടുത്തെറിയപ്പെടുകയാണ്. മനസ്സുണ്ടാവണമെന്നില്ല, അവൾക്ക് മാനസികമായി അവൾ മനസ്സുകൊണ്ട് ചെയ്യുന്നതല്ല, അവൾക്ക് സാഹചര്യങ്ങൾ അവളെ ആ നയിക്കുകയാണ്. അപ്പോൾ അതിന് സമൂഹത്തിനും അത് നല്ല പങ്കുണ്ട്. മാഡം നേരത്തെ പറഞ്ഞു നിർത്തിയ ഒരു എലമെന്റ് ഉണ്ട്, മെന്റൽ അബ്രേഷൻസ്, സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ, സാധാരണയിൽ നിന്ന് നോർമൽസിയിൽ നിന്നുള്ളൊരു തരം ഡീവിയേഷൻ. എത്രത്തോളം സ്ത്രീകൾ അത്തരത്തിലുള്ള ഒരു ഡീവിയേഷൻ ഉണ്ടെങ്കിൽ വൈദ്യസഹായം എടുക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ സ്ത്രീകളെ അത്തരത്തിലുള്ള അസുഖം ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ കൊണ്ടുവരാൻ എത്രത്തോളം ഫാമിലി തയ്യാറാണ്? അത് ഇപ്പോഴും ഒരു വലിയൊരു പ്രശ്നത്തിലുള്ള കാരണം നമ്മുടെ മുമ്പിൽ കൗൺസിലിങ്ങിന് വരുന്നു. അപ്പം നമ്മൾ ആദ്യം ഒരു ഇനീഷ്യൽ സ്റ്റേജ് എന്നുള്ള നിലയിൽ ഒരു സൈക്കാട്രിക് ഇഷ്യൂ ആണ് എന്ന് പാരൻസിനോടോ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ ആ പേഴ്സൺ ഓട് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു ക്ലിനിക്കൽ ഇൻ്റർവെൻഷൻ നടത്തൂ എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പം കൂടി ഇപ്പം കുറേ ആൾക്കാർ അത് പോസിറ്റീവ് സെൻസിൽ എടുക്കുന്നു. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം കൂടുന്നതനുസരിച്ച് ആൾക്കാരത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. പക്ഷെ ഒരു ഏരിയയിലുള്ള ആൾക്കാർ ഈവൻ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ പോലും അത് സാധാരണ നോർമലായിട്ടുള്ള ആർക്കും ഒരു വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഇതാണ്, ഒരു ഹെൽപ്പാണെന്നുള്ളത് പോലും മനസ്സിലാക്കാതെ അത് ഒരു വലിയൊരു ഇഷ്യൂ ആണ്. അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ഇഷ്യൂ വരുമ്പോൾ ഒരു സ്ത്രീക്ക് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ അവിടെ അവരുടെ തന്നെ പാരൻസ് പറയും, നിങ്ങളിത് ഡിവോഴ്സിന് കൊണ്ടുപോകാനുള്ള ഒരു ക്ലോസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് അയാൾ അത് പറയുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ റൂട്ട് കോസിനെ മാറ്റുക എന്നുള്ളതിനേക്കാൾ ഉപരി ആ സ്വന്തം വശങ്ങൾ ജയിക്കുക, അല്ലെങ്കിൽ എൻ്റെ മകളല്ല പ്രശ്നമുള്ളത്, പ്രശ്നം ഈ പറയുന്ന ആൾക്കാർക്കാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു പ്രശ്നം വന്നു. അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിനൊക്കെ മുമ്പേ സംസാരിക്കേണ്ടത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൊബൈൽസിൻ്റെ യൂസേജ്, അത് നമ്മുടെ ക്രൈംസിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു ഭാര്യ ഭർത്താവ് വിവാഹം കഴിച്ചു കുട്ടികളായൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ, ഒരു റൊമാൻസിൻ്റെ, ഒരു പ്രണയത്തിൻ്റെ വശം കുറഞ്ഞു വരും. അപ്പോൾ സ്ത്രീകളെന്ന് പറഞ്ഞാൽ ആദ്യകാലം മുതലേ സംസാരിക്കാനും കേൾക്കാനും ഒക്കെ താല്പര്യമുള്ളവരാണ്. അപ്പം ആരവരോട് കൂടുതൽ കുറച്ച് ഹൃദ്യമായിട്ട് സംസാരിക്കുന്നു, അവരെ കേൾക്കാൻ അവരിലേക്ക് കൂടുതൽ ചായ്വ് വരും. അപ്പോൾ ഇപ്പം മൊബൈൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആരോട് വേണോ സമൂഹ മാധ്യമങ്ങൾ വഴി നമുക്ക് പരിചയം ഇല്ലാത്ത ആൾക്കാരുമായിട്ട് പോലും ഇടപെടേണ്ട ഒരവസ്ഥ. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ഐസൊലേഷൻ മോഡിലിരിക്കുന്ന ഒരു സ്ത്രീ അവരതിലോട്ടങ്ങ് ചായുകയാണ്. ആ ചായുമ്പോൾ തിരിക്കുന്ന പുരുഷൻ, അപ്പം ആരെയും ജെൻഡർ ബേസ്ഡ് നമ്മൾ തെറ്റെന്നോ ശരിയെന്നോ പറയുന്നതല്ല, പെർസെപ്ഷൻ്റെ, സ്ത്രീയുടെയും പുരുഷൻ്റെയും നിരീക്ഷണത്തിൻ്റെ ഒരു വ്യത്യാസം. അല്ലെങ്കിൽ പണ്ട് കാലം മുതലേ ഉള്ള പുരുഷൻ എന്ന് പറഞ്ഞാൽ നായാടിയായിട്ട്, നമ്മുടെ ആദ്യകാലം നായാടിയാണ്, കാട്ടിലോട്ട് ഇറങ്ങുന്നു, നായാടി കൊണ്ടുവന്നു. അപ്പോൾ അവന് ദീർഘദൃഷ്ടിയാണ്, അവൻ്റെ ഇരകളെ തേടാനും സ്വയം ഇരയാകാതിരിക്കാനുമുള്ള ഒരു ടെൻഡൻസി ഇപ്പോഴും അത് നിലവിലുണ്ട്. അപ്പോൾ സ്ത്രീ ആകുമ്പോൾ ഇങ്ങനെ ഒരു പ്രണയത്തിലേക്ക് ഒരു വിവാഹിതയായ സ്ത്രീ വരുമ്പോൾ അവൾ സർവം
മാനസികമായിട്ടും ശാരീരികമായിട്ടും സർവ്വം ഈ വരുന്ന പുരുഷനിലേക്ക് അങ്ങ് ചായ്വാണ്. മറ്റേ പുരുഷൻ ഒരു വിവാഹിതനായിട്ടുള്ള ഒരാളാണ്. അയാൾ എപ്പോഴും അയാളുടെ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് മാത്രമേ ഇത്തരം കാര്യങ്ങളിലേക്ക് വരത്തുള്ളൂ.